பயந்து கண்ணு பொத்தாது பாப்பா. இந்த ராஜா கண்ணு நல்லவனுக்கு நல்லவன், கெட்டவனுக்கு கெட்டவன். வேஷ்டி கட்டுங்கய்யா, வேஷ்டி. முன்னாடி சொல்ல வேண்டா, அறிவு கட்டம் புண்டம். பார்த்து நிக்காம எல்லாத்துக்கும் வெளியே போடுறா. அச்சா ഞങ്ങൾക്ക് കുറച്ച് സാവകാശം കൂടി. சொன்ன டேட் எல்லாமே முடிஞ்சு போச்சு. இனி ஒன்னு சொல்ல வேண்டாம். ഓടാവട്ടി தூக்கு வெளியே போடுறா. சரி முடியடா. വേഗം വേണം. തെങ്ങേ നടക്കണമെന്നോ ഞാൻ കേറി ഊറ്റാടാ. ഏടാ നമ്മുടെ അപ്പനെ ജപ്തി ചെയ്തോണ്ട് പോണു. അയ്യോ ഞാൻ കൊക്കേ വീട്. ഇവിടെ കിടന്ന് പഴുക്കട്ടെ, നമുക്ക് ജ്യൂസ് അടിക്കാം. എന്നെ കൊല്ലല്ലേ അനിയന്മാരെ. എടാ പന്നി മക്കളെ, അവൻ മലയാളീസാണ്, ഒന്നുകൂടെ പിരിയടാ അവനെ. വേണ്ട 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 വേണ്ട. നിർത്ത്. അമ്മ പൂങ്കാവനം അന്ത മലയാളത്തമാരെന്നെ എന്നാവതെ ഒതയാടതെ. വീട് പണയപ്പെടുത്തി പണം വാങ്ങിയാൽ തിരിച്ചു തരേണ്ടി വരും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം. അല്ലാതെ നാട്ടിൽ നിന്ന് റൗഡികളെ കൊണ്ടുവന്ന് ഇവിടുത്തെ തേവരെ തോൽപ്പിക്കാവുന്നാണോ വിചാരം? അയ്യോ, ഇവര് നാട്ടിൽ നിന്ന് ലോറിയായിട്ട് വന്നതാ. വണ്ടി കേടായതുകൊണ്ട്. മോളെ, നിന്നെപ്പോലെ പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുള്ള വീടായത്. അവർക്ക് കുറച്ചാളും കൂടെ അവധി കൊടുക്ക്, അവര് തരും. താനാരാ? ലോറിയായിട്ട് വന്നതാണെങ്കിൽ വണ്ടി എടുത്ത് വേഗം സ്ഥലം വിട്ടോണം. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇയാളാരാ? അവര് പണം തന്നില്ലെങ്കിൽ ഇയാൾ തരുമോ പണം? തരും. അവര് തന്നില്ലെങ്കിൽ ഞങ്ങള് തരും പണം. പണം ഒരുപാട് കണ്ടവരാ ഞങ്ങള്. അതെ, ഒരുപാട് അലമാരികളിലെ പണവും സ്വർണവും ഒക്കെ വേണ്ടല്ലേ. എങ്കി വീരവാദം പറയാതെ പലിശ സഹിതം വേഗം കണക്ക് തീർക്ക്. എന്താ പണക്കിഴി നാട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയോ? ഞാനിവിടെ പാറുവെന്നേ വിളിക്കുള്ളൂ. നാട്ടിൽ ചന്തപ്പാലത്തിനടി ഇതുപോലത്തെ ഒരു പെമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. പക്ഷെ അവർ കുച്ചവര് നിർഗന്ധം അടിച്ചല്ലേ തുടങ്ങുള്ളൂ. ഇവക്ക് നേരത്തെ തുടങ്ങി. തന്റെ നാട്ടിലെ ഗുണ്ടായിസ ഇവിടെ എടുത്താലുണ്ടല്ലോ, പിന്നെ ജീവനോടെ താൻ തിരിച്ചു പോവില്ല. ഇത് തേവരുടെ മോള, ഇത് തേവരുടെ നാടും. ഓർത്തോ? നീ ഇങ്ങനെ ആളെ പേടിപ്പിക്കലേ പാറു. ഞാൻ ഉറക്കത്തിക്കിടന്ന് ഞെട്ടും. നീ പോർക്കും കൂടെ അബ്ദു എന്ന് കേട്ടിട്ടുണ്ട? വെടിമറ ചാക്കോ എന്ന് കേട്ടിട്ടുണ്ട? അതിനേക്കാളും വലിയ താപ്പാനിയൊന്നും അല്ല തേവാര്. എടീ, പെങ്കൊച്ചുങ്ങളായ ആകാശത്ത് നിൽക്കാണ്ട് ഭൂമിയിൽ നിൽക്കണം. ഭൂമി നമുക്ക് വേണ്ടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ. നീ ആർക്കിട്ട് പേശുന്ന തെറിയുമാ? അവന്റെ മോന്ത കിട്ടൊന്ന് കിട്ടിയപ്പോ മലയാളം പറഞ്ഞ കേട്ടല്ല. എന്താണ് നിന്റെ പേര്? രാജാക്കണ്ണ്. ശരിക്കുള്ള പേര് പറടാ. രാജപ്പൻ ഫ്രം തലശ്ശേരി. രാജപ്പ, മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഞാൻ ഒറ്റപ്പോലെ നോക്കും. മനസ്സിലായോ? എന്റെ പാറു, ഞങ്ങൾ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ദേഹത്ത് തൊട്ട ഈ കൈ പിന്നെ ചുമ്മാ ഇരിക്കുക. അത് ഈ കൈയുടെ കുഴപ്പമാണ്.
ഇവനാണെങ്കിൽ തേവാരെന്നാ തേവാര ആളെന്നാ തേവാര മകളെന്നാ ഒന്നും നോക്കിയല്ല കേറി അങ്ങോട്ട് പെരുമാറിക്കളി. ദേഹത്ത് തൊട്ട താൻ ആരെയും കയറി അങ്ങ് തല്ലൂ. അത്രയ്ക്ക് ചങ്കൂറ്റമാണെങ്കിൽ എന്റെ ജോലിക്കാരെയല്ല എന്നെയാണ് താൻ തല്ലേണ്ടത്. തല്ലടോ, ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. തല്ല്, ആണാണെങ്കിൽ തല്ല്. എന്താടോ തല്ലുന്നില്ലേ? തല്ലടോ. അമ്മ പാറു പൂങ്കാവനം ആകെ തല്ലിപ്പൊളിയാക്കി. വണ്ടി വിട്ട വിട്ട വിട്ട. ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. ഇങ്ങോട്ട് വാടാ. എടാ മുണ്ടഴിച്ചിട. എന്നിട്ട് അണ്ടർവെയർ ഇട്ട് നിൽക്കാനാ മുടക്കി കുത്തൊഴിക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി ആരെയാ തല്ലേണ്ടത്? അയ്യോ, അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. ഇതങ്ങനെ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഒലക്കേലെ കാലത്തെ ഒരു കുട്ടി പുട്ടാണ് വിഴുങ്ങിയത്. തിമറ് വേണ്ട, തിമറ് വേണ്ട, വേണ്ട. മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്തടാ പട്ടികളെ, തെണ്ടുകളെ, ഊളന്മാരെ, എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്ക് തള്ളിക്കയറ്റി വെച്ചേക്കാരാ? നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു. ആ ഗുണ്ടിയെ വേണ്ട. இந்த അമ്മ പൂങ്കാവനം പറഞ്ഞതുകൊണ്ട് മാത്രമാ തേവലയ്യാവോട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. இந்த അരുമயான മുഖത്ത് ആരോ ഒരുവൻ അടിച്ചെന്നറിഞ്ഞാൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങളാരും ഉണ്ടാവില്ല. കേട്ടല്ല കച്ചറ മലയാളിസേ. ഞങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം ആ ലോറി. അത് പിടിച്ചു വെച്ചിട്ട് എന്നാ കിട്ടാനാ? അതിങ്ങ് തന്നേരും. തരില്ല, തരില്ല, തരമാറ്റേൻ. ആ ലോറി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോളായിരുന്നു. അവര് പണം തന്നില്ലെങ്കിൽ നിങ്ങൾ തരാമെന്ന് ജാമ്യം നിന്നതല്ലേ? ജാമ്യക്കാരി ഈ നാട്ടിൽ നിന്ന് പോയാൽ എങ്ങനെയാ? ജാമ്യം നിന്നതിനും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ എല്ലാറ്റിനും മാപ്പ് ചോദിച്ചാൽ മാത്രം പോരല്ലോ. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? എന്നെ തിരിച്ചു തല്ലണ? തല്ലിക്കോ. ആദ്യമായിട്ടൊരു പെണ്ണെ തല്ലിയെന്ന ദോഷം അങ്ങനെ തീർന്നോട്ട. അടിക്കടി എന്താ അടിക്കണില്ലേ? ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ അനുവാദം ഒന്നും വേണ്ട എനിക്ക്. ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം. മോളെ മതിയപ്പ, മാപ്പ് പറഞ്ഞ് നമസ്കരിച്ച് കിട്ടിയല്ലോ ലോറി. അപ്പനെ വയ്ക്കേ. ദേവരേച്ചി, അതെ ഞങ്ങൾ എടാ മതിയടാ, വളഞ്ഞു ഒടിഞ്ഞു പോകും. വളഞ്ഞാലെന്താ ലോറി കിട്ടിയാ പോരെ? ആ ലോറി നീ എടുത്തു, എന്നിട്ട് 4 നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ടെ. എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി. ഇവള് മിടുക്കിയാണല്ല. ഇത് ജാക്കിച്ചാന്റെ പെങ്ങളാ. ഇതെന്തൊരു ജന്മോ? തേവറയ്യാവർത് அடுத்த பஞ்சாயத்துக்கு முன்னாடி எல்லாம் சொன்ன மாதிரி செய்யும். ഇതാരടാ? പറഞ്ഞത് കേട്ടില്ലേ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വല്ല പിരിവിനും വന്നതായിരിക്കും. யார் நீங்க? ஊருக்கு புதுசா? പ്രസിഡന്റ്, ഇവിടുത്തെ തേവരുടെ ആൾക്കാർ വന്ന് ഞങ്ങളുടെ ലോറി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോന്നെങ്കിൽ പ്രസിഡന്റിനൊന്ന് ഇടയിൽപ്പെട്ടായി അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിയിടണം. എന്തിനാ ഇവരുടെ ലോറി പിടിച്ചെടുത്ത്? തേടാ പ്രസിഡന്റ് മലയാളീസാണ്. ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മലയാളീസിന് എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും. കാര്യങ്ങൾ ഞാൻ പറയാം പ്രസിഡന്റ്. ഇവിടുത്തെ തേവരെന്ന് പറയുന്ന കൊഞ്ഞാണനുണ്ടല്ലോ, മഹാനാറിയ. തേവർ ആൾക്കാർ മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു. എന്റെ പിള്ളേർ അവന്മാർക്കിട്ട് ജയിക്കും കൊടുത്തു. പിന്നെ തേവരുടെ മോള് ദാ പിശാചു വന്ന് കുറച്ച് ജാട കാണിച്ചപ്പോ ഇവൻ അവക്കിട്ടൊന്നും കൊടുക്കുകയും ചെയ്തു. ഈ നിസ്സാര കാര്യത്തിനാണെന്ന് ഈ തെണ്ടിയിൽ ലോറി പിടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളെ വിഷമം കേട്ടിട്ട് പ്രസിഡന്റ് പോകണ തരുമെന്ന് മക്കളെ. വേണ്ടപ്പാ, വിട്ടിട്ട്
പ്രസിഡന്റ് തേവരാണ് മക്കളെ. നിന്റെയൊക്കെ ശവം പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ഗേറ്റ് തുറക്കൂ. തേവരുടെ മോളെ ഉപദ്രവിച്ചിട്ട് ജീവനും കൂടി ഇവിടുന്ന് പോവാന്ന് കരുതിയോടാ. അയ്യോ, അതിന് മാപ്പ് പറയാൻ കൂടിയാ ഞങ്ങള് വന്നത്. പോരാത്തതിന് ഈ പെങ്കൊച്ച് അവന്റെ പുറം പൊളിയുന്ന മുതൽ അടി അടിക്കുകയും ചെയ്ത്. അപ്പൊ പിന്നെ എല്ലാം തീർന്നില്ലേ ദേവരേട്ടാ? ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ. ഇനി അവര് പൊയ്ക്കോട്ടെ അപ്പാ. അതെ, വാ മക്കളെ. പോകാൻ വരട്ടെ. കുഴഞ്ഞ കുറെ ശൂരന്മാര് നാട്ടിൽ നിന്ന് വന്ന ദേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കൈയോടെ പോകുന്നത് ശരിയാണോ? രാജാക്കണ്ണ്, ഓ, പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും. സ്തോത്രം. ഇതാ താക്കോലും ആരാധവും. പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ശൂരത്വമൊക്കെ കാട്ടിയത്? ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത് എന്തും തരും തേവര്. കരുത്തും തൻ്റെ ഇടവും തന്നെയാ ഈ തേവരുടെയും പിൻബലം. അതിന് ക്ഷതമേക്കാൻ ഈ തേവര് സമ്മതിക്കില്ല. പിന്നെ ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങ് രസായനങ്ങളും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ തേവരെ? അതുകൊണ്ട് ഈ മുതലിനെ ഞങ്ങളെ കൊണ്ടുപോകുക. എന്നെ കൊണ്ടുപോവല്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? എന്നിൽ ഔഷധ ഗുണമില്ലേ? ദേവരയ്യ, നല്ല മസലുകൾ. ഈ ജിംനി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ? അങ്ങടെ അമർത്തി തടകണ്ട രാജാക്കണ്ണേ, നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് വിറകിറാണല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണെന്നല്ല, അടിമക്കണ്ണെന്നാണ്. എടാ അടിമക്കണ്ണ, നീ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു. എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു. അതോട്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ഇത് തെറ്റാണോ? തെറ്റാണോ? എന്തോ എങ്ങനെയാ നമ്മുടെ ആ തേവാത്തി? എങ്ങനെ ചുമ്മാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. തേവാര മകളെ ആ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ അവളുടെ കയ്യിലൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. വൃത്തികെട്ട സ്വഭാവം? ആ, ആരെങ്കിലും അവളെ കുളിക്കോർത്ത് കുളിഞ്ഞു നോക്കിയാ മോഹടിച്ച് പൊട്ടിക്കൊന്നേ. ഒരു ദിവസം എനിക്ക് ഇട്ടിട്ട് കിണ്ണിട്ടേ എന്റെ മറുക തെറിച്ചു പോയതാണ്. രണ്ടാമത് മുളച്ചു വന്നാണത്. ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേന്ന്. എന്നൊരു കാര്യം ചെയ്യും, ഇപ്പുറത്തൊരു കശുവണ്ടി പരിപ്പ് കൂടി മേടിച്ച് ഒട്ടിച്ചു നോക്ക്. അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. അതെടുത്ത് മാറ്റടാ. ഇതാണ് പറയണത്. കല്യാണം കഴിച്ച പെൺപിള്ളേര് നെറ്റിയിലെ ഹൈവേയില് കൊങ്കുമം കൊണ്ട് റിഫ്ലക്ടർ ഒന്ന് അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർവഴി കാണായിരുന്നു. ഇനി തേവര് സിഗരറ്റ് അടിക്കാതെ ആ പെണ്ണിന് ജീവിതം ഉണ്ടോ? ചെമ്മീനിലെ സത്യന് ശീലമാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. സംഘടിക്കരുത് ചേട്ടൻ. സംഘടിച്ച് ഞാനും സംഘടിക്കും. പരീക്കുട്ടിയെ നല്ലത്. പരീക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടിയും. സത്യനെ കൊമ്പസ്രാവ് ഉണ്ടാവൂലേ? ജോസ് എന്താടാ ഇത്? ചെമ്പങ്കുഞ്ഞെത്തി ആ ഡിച്ചിന്റെ കാരണക്കളി ഞാൻ തകർക്കും. അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാൻഡി കുടിച്ചു വന്നിരിക്കണം മദ്യപാനി. അപ്പനുള്ള കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ? നിങ്ങൾക്കൊന്നും അറിയില്ല. എന്റെ നെഞ്ചിപ്പോ കുത്തിപ്പൊളിച്ച അലമാര പോലെ പണിക്കറിനെ വിളിച്ചു പോയ മോനെ ഞാൻ കൊല്ലും. എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്ക് പിടി ഞാൻ ചാവും. ഇങ്ങനെ പോയാ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ. ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പെറ്റിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. എന്നാ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തോടെ മോൻ കൂടി നിർത്തി. പക്ഷെ ഇന്ന് മുതൽ ഞാനാ അപ്പൻ. അപ്പൻ എന്റെ മോനും. മോനെ എടാ ശിവ, ഒന്നിങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ ഇവനെന്നെ മോനാന്ന് പറഞ്ഞ് പിടിച്ച് കാലേരിച്ച് മുള്ളിക്കും. കുട്ട എന്ത് ചെയ്ത്? പ്രായമുള്ളവരെ കാലിരുത്തി മുള്ളിക്കാമോ? കാലിന് രോഗം വരില്ലേ? കാലിഫോർണിയ. എന്താടാ ഒരു പുതിയ അഭ്യാസം? നിരാശാകാമുകന്റെ വേഷം കെട്ടി വെള്ളമൊഴിച്ച് നടന്നാലുണ്ടല്ല ചവിട്ടി ഊരമുറിച്ചുകളെ ഞാൻ. എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില്. നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട. വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവൻ്റെ ഒരു പെണ്ണന്വേഷണം. പോടാ, പോയി കിടന്നുറങ്ങ. എടാ പോയി കിടന്നുറങ്ങ. പാവം, അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. നല്ല വിഷമം കാണും അവന്. ദേവരുടെ മോളുടെ കല്യാണം കഴിഞ്ഞ
ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും. അല്ലാത്തടത്തോളം കാലം ഒന്നിനും സമ്മതിക്കൂല. നീ എന്തിനടാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണാ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിന് കുറെ ദിവസമായിട്ട് അന്വേഷണം നടക്കാണ്. ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്ന് മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പായസോട്ടി വിള. സുലാൻ വട. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. മര്യാദ കിടക്കണം. ഇതുപോലെ നടന്നാ മതിയാ. സമാനോ ഇപ്പൊ ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടിലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആകുമ്പോൾ ആടി ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. മകനാലോചിച്ച പെണ്ണിനെ അപ്പം കിട്ടുമോന്നൊക്കെ വെച്ചു. എന്താടാ ഈ പറയുന്നേ? സത്യേട്ടൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിന് നിൽക്കണ്ട. ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാവം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തേവരെയും തെറി പറഞ്ഞ് നമുക്ക് നാടുവിടാന്ന്. ഓക്കേ? രാജാക്കണ്ണേ, മര്യാദക്ക് തിരിച്ചു വന്നേക്ക്. തരില്ലെന്നോ? മര്യാദക്ക് തിരിച്ചു കൊടുത്താ തല്ലുകൊള്ളാതെ നിനക്ക് രക്ഷപ്പെടാം. ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. എന്നാ ഇവനൊന്ന് വിഴുങ്ങിക്കാണും. വിഴുങ്ങിന്ന തൊമ്മനങ്ങൾ അത്ര സംശയമാണെങ്കിൽ നാളെ പറമ്പില് നമുക്ക് ഒരുമിച്ച് വിലക്കിരിക്കാം. എനിക്കൊരു കമ്പനി ആവുമല്ലോ. വൃത്തികെട്ടവൻ. അപ്പൊ പിന്നെ വിഴുങ്ങിന്ന് പറയരുത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കണ്ണ് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഇവിടെ കണക്കെഴുത്ത് പിള്ളയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം 50 തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. ഐ അപ്രിസിയേറ്റ് യു. പൂങ്കാവനത്തിന് കഴിക്കാൻ പറ്റുന്ന ചവനപ്രാശം ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്കതൊരു മനപ്രയാസമില്ല കുട്ടി. തേവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന വെള്ളലുവി ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്, തൊണ്ട കെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഈ റൈമണ്ട് നെക്സ്റ്റ് ഞാൻ വിഴുങ്ങിയിട്ടില്ല. നിന്റെ പോക്കറ്റ് എന്താ മുഴച്ചിരിക്കുന്നത്? ഒന്നുമില്ല. നോക്കട്ടെ. ഗുളികയാണ്. എന്തിന്റെ? പ്രമേഹത്തിന്റെ. ഇത് ആഹാരത്തിന് മുമ്പും ഇത് പിമ്പും. ജിലേബിയാ?